ലോകത്തെ മുഴുവൻ മുസ്ലിങ്ങളും ഒന്നിച്ചു നിൽക്കുകയും ഐക്യപ്പെടുകയും ചെയ്യുക എന്നത് എല്ലാ മുസ്ലിങ്ങളുടെയും ആഗ്രഹമാണ്. എന്നാൽ പ്രവാചകന്റെ കാലത്തിന് ശേഷം അത്തരത്തിലുള്ള ഒരു ഐക്യം ഒരിക്കലും ഉണ്ടായിട്ടില്ല. മുസ്ലിങ്ങളുടെ മുഴുവൻ നേതാവാകുവാൻ അധികാരമുള്ളത് ഖലീഫമാർക്കാണെങ്കിലും ഖലീഫ ആരാകണം എന്നുള്ള തർക്കത്തിൽ മുസ്ലിം സമൂഹം രണ്ടായി വിഭജിക്കപ്പെടുകയും സുന്നികൾക്ക് പുറമെ ഷിയാക്കൾ എന്ന ഒരു പുതിയ മതവിഭാഗം ഉണ്ടാവുകയും ചെയ്തു. ഇപ്പോൾ ലോകത്തിൽ 80% സുന്നികളും 13% ഷിയാക്കളുമുണ്ട്. ഷിയാക്കൾ എണ്ണത്തിൽ കുറവാണെങ്കിലും കൂടുതൽ ശക്തിയുള്ളത് ഷിയാക്കൾക്കാണ്. സൈനിക ശക്തിയും വിദ്യാഭ്യാസവും സാമ്പത്തിക ശേഷിയും കൂടുതൽ ഷിയാക്കൾക്കാണ്. സുന്നികൾ ബഹുഭൂരിപക്ഷം ജീവിക്കുന്ന സിറിയ എന്ന രാജ്യത്ത് ഷിയാക്കൾ ഭരണം പിടിച്ചെടുക്കുകയും മുസ്ലിങ്ങളെ കൊന്നൊടുക്കുകയും ചെയ്തപ്പോൾ ലോകത്തിന്റെ പല ഭാഗത്തുള്ള സുന്നികൾ സിറിയയിൽ എത്തിച്ചേരുകയും ഷിയാക്കളോട് യുദ്ധം ചെയ്യുകയും ചെയ്തു. പക്ഷേ ഷിയാക്കളെ യുദ്ധം ചെയ്ത് തോൽപ്പിക്കുവാനുള്ള സാമർഥ്യമോ സൈനിക ശേഷിയോ സുന്നികൾക്കോ സുന്നി രാജ്യങ്ങൾക്കോ ഇല്ല. അങ്ങനെ സിറിയയിലുള്ള മുഴുവൻ സുന്നികളെയും അടിച്ചോടിക്കുകയും അവർ യൂറോപ്പിൽ പോയി ജീവിക്കേണ്ട ഗതികേടിലാവുകയും ചെയ്തു. ഇത്തരത്തിൽ നോക്കുമ്പോൾ സുന്നികൾക്ക് ഒരു നേതൃത്വം ഉണ്ടാകേണ്ട ആവശ്യകത ന്യായമാണെന്ന് പറയേണ്ടി വരും. ഖലീഫ അബൂബക്കർ, ഖലീഫ ഉമർ, ഖലീഫ ഉസ്മാൻ, ഖലീഫ അലി തുടങ്ങിയ ഭരണാധികാരികളെ പോലെ ഒരു മുസ്ലിം ലീഡർഷിപ്പ് ഇപ്പോൾ ആവശ്യമാണെന്ന് പറയേണ്ടി വരും. കാരണം പതുക്കെ സുന്നി രാഷ്ട്രങ്ങൾ ആക്രമിച്ച് കീഴടക്കുവാനുള്ള ഷിയാക്കളുടെ ശ്രമം വിജയത്തിലേക്ക് നീങ്ങുന്നുണ്ട്. അതുകൊണ്ട് സുന്നികൾക്ക് ഒരു നേതാവിനെ അത്യാവശ്യമായിട്ട് വരുന്നു. ഇപ്പോൾ നിലവിലുള്ള ഏറ്റവും ശക്തിയുള്ള സുന്നി രാഷ്ട്രം തുർക്കിയാണ്. ഇന്തോനേഷ്യ, സൗദി അറേബ്യ, തുർക്കി, മലേഷ്യ തുടങ്ങി 4 വൻകിട മുസ്ലിം രാഷ്ട്രങ്ങൾ ലോകത്തിലുണ്ടെങ്കിലും തുർക്കിയോളം ശക്തിയും നേതൃത്വപാഠവുമുള്ള ഒരു രാജ്യം മുസ്ലിം ലോകത്തിലില്ല. അതുകൊണ്ട് തുർക്കിക്കാണ് ഇപ്പോൾ ലോകത്തെ നയിക്കുവാനുള്ള സാമർഥ്യമുള്ളത്. 570 വർഷം മുമ്പ് തുർക്കികൾ കിഴക്കൻ യൂറോപ്പിലെ ക്രിസ്ത്യാനികളുടെ ആസ്ഥാനമായ കോൺസ്റ്റാന്റിനോപ്പിൾ ആക്രമിച്ച് കീഴ്പ്പെടുത്തുകയും ആ നഗരത്തിന്റെ പേര് ഇസ്താംബൂൾ എന്നാക്കി മാറ്റുകയും ചെയ്തു. അതോടുകൂടി തുർക്കികളുടെ ഖിലാഫത്ത് ലോകം മുഴുവൻ അംഗീകരിക്കപ്പെടുകയും ഷിയാക്കൾ ഒഴിച്ചുള്ള മുസ്ലിങ്ങൾ അതിന്റെ കീഴിൽ വരികയും ചെയ്തു. പക്ഷേ 250 വർഷം മുമ്പ് നടന്ന റഷ്യയും തുർക്കിയും തമ്മിലുള്ള യുദ്ധം ഓട്ടോമൻ സാമ്രാജ്യത്തിന്റെ നട്ടെല്ല് തകർക്കുകയും പിന്നീട് അധികാരത്തിൽ വന്ന മുസ്തഫ കമാൽ അത്താതുർക്ക് ഖിലാഫത്ത് പ്രസ്ഥാനം പിരിച്ചുവിടുകയും ചെയ്തു. മഹാത്മാഗാന്ധിയുടെ സപ്പോർട്ടോടുകൂടി ഇന്ത്യയിൽ ഖിലാഫത്ത് പ്രസ്ഥാനം വളരെ സജീവമായിരുന്നുവെങ്കിലും തുർക്കിയിൽ മതേതരവാദികൾ അധികാരത്തിൽ വന്നതോടുകൂടി ഇന്ത്യയിലെ ഖിലാഫത്ത് പ്രസ്ഥാനവും അടച്ചുപൂട്ടേണ്ടി വന്നു. ഇപ്പോൾ സൂഫികൾ ഖിലാഫത്ത് പ്രസ്ഥാനം ഏറ്റെടുക്കുകയും തങ്ങളുടെ നേതാക്കന്മാരെ ഖലീഫ എന്ന് വിളിക്കുകയും ചെയ്യുന്നുണ്ട്. 9 വർഷം മുമ്പ് ഇസ്ലാമിക് സ്റ്റേറ്റ് എന്ന സംഘടന അബൂബക്കർ അൽ ബാഗ്ദാദി എന്ന പുരോഹിതനെ ഖലീഫയായി വാഴിച്ചു. പക്ഷെ 60ഓളം രാജ്യങ്ങൾ ഇസ്ലാമിക് സ്റ്റേറ്റിനെതിരായി പോരാടുകയും ഈ സംഘടനയെ പരിപൂർണമായി നശിപ്പിക്കുകയും ചെയ്തു. അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപിന്റെ കാര്യമായ സഹായത്തോടുകൂടി അബൂബക്കർ അൽ ബാഗ്ദാദിയെ വധിക്കുവാനും പാശ്ചാത്യ രാജ്യങ്ങൾക്ക് സാധിച്ചു. 10 വർഷം മുമ്പ് സിറിയയുടെ 1/3 ഭാഗം കൈയടക്കി വെച്ചിരുന്ന, ഇറാഖിന്റെ 40% കൈയടക്കി വെച്ചിരുന്ന ഇസ്ലാമിക് സ്റ്റേറ്റിന് ഇപ്പോൾ 1 സെന്റ് സ്ഥലം പോലും സ്വന്തമായിട്ടില്ല. എല്ലാ പുരുഷന്മാരും കൊല്ലപ്പെട്ടു കഴിഞ്ഞു. ലോകത്തിലെ ഏറ്റവും ശക്തിയായ മദർ ബോംബ് അമേരിക്കൻ രാഷ്ട്രപതി ഡൊണാൾഡ് ട്രംപ് ആദ്യമായി ഉപയോഗിച്ചത് ഇസ്ലാമിക് സ്റ്റേറ്റിനെ തകർക്കുവാനാണ്. അങ്ങനെ ഇസ്ലാമിക് സ്റ്റേറ്റിന്റെ ഖിലാഫത്ത് മോഹങ്ങൾ അസ്തമിച്ചതോടുകൂടി ഇപ്പോൾ തുർക്കിയുടെ രാഷ്ട്രപതി റജബ് തയ്യിബ് എർദോഗാനാണ് ലോക മുസ്ലിങ്ങൾ നേതാവായി കാണുന്ന ഏക വ്യക്തി. സിറിയയിലുണ്ടായ ആഭ്യന്തര കലാപത്തോടുകൂടി ആ രാജ്യത്തുള്ള മുഴുവൻ സുന്നികളെയും ഷിയാക്കൾ പുറത്താക്കിയപ്പോൾ അവർക്ക് അഭയം നൽകിയത് തുർക്കിയാണ്. ലോകത്തിലെ ഏറ്റവും വലിയ അഭയാർത്ഥി പ്രശ്നം മനോഹരമായി കൈകാര്യം ചെയ്യുവാനും അതിന്റെ ചെലവുകൾ യൂറോപ്പിൽ നിന്ന് വിലപേശി വാങ്ങിക്കുവാനും റജബ് തയ്യിബ് എർദോഗാന്റെ സാമർഥ്യം സഹായിച്ചു. കഴിഞ്ഞ വർഷം റഷ്യ ഉക്രൈൻ ആക്രമിച്ചപ്പോൾ ബോസ്ഫറസ് കടലിടുക്ക് അടച്ചുപൂട്ടി റഷ്യക്കാർ തുർക്കി പിടിക്കുവാനുള്ള സാധ്യത നിർവീര്യമാക്കിയ തന്ത്രശാലിയായ ഒരു നേതാവാണ് റജബ് തയ്യിബ് എർദോഗാൻ. ആധുനിക ലോകത്തിൽ ചെറിയ ചെറിയ രാജ്യങ്ങൾക്കാണ് കൂടുതൽ പ്രസക്തിയെന്നും മുഴുവൻ മുസ്ലിങ്ങൾ ഒരുമിച്ച് ഒരു ഖിലാഫത്ത് ഉണ്ടാക്കുന്നത് പ്രായോഗികമല്ലെന്നും എല്ലാവർക്കും അറിയാമെങ്കിലും റജബ് തയ്യിബ് എർദോഗാൻ ഇപ്പോഴും തന്റെ ശ്രമങ്ങൾ ഉപേക്ഷിച്ചിട്ടില്ല. മുസ്ലിം രാജ്യങ്ങളെ മുഴുവൻ തുർക്കിക്ക് കീഴെ കൊണ്ടുവരുന്നതിന്റെ ആദ്യപടിയായി ഒരു പരീക്ഷണം എന്ന നിലയിൽ
തൊട്ടടുത്ത അയൽരാജ്യമായ സൈപ്രസ് ആക്രമിക്കുകയും അവിടെയുള്ള മുസ്ലിങ്ങളുടെ താമസ പ്രദേശം ഒരു പ്രത്യേക രാജ്യമായി പ്രഖ്യാപിക്കുകയും ചെയ്തു റജബ് തയ്യിബ് എർദോവാൻ. 48 വർഷം മുമ്പാണ് ഈ പരീക്ഷണം നടന്നത്. രാഷ്ട്രീയപരമായി വിവേകപൂർവമായ ഒരു നടപടി അല്ലാതിരുന്നിട്ടും ഈ മിലിറ്ററി പ്രോഗ്രാം വിജയിപ്പിക്കുവാൻ റജബ് തയ്യിബ് എർദോവാന് സാധിച്ചു. ഇപ്പോൾ ഉത്തര സൈപ്രസ് എന്ന രാജ്യം നിലവിൽ ഉണ്ടെങ്കിലും 193 ലോകരാജ്യങ്ങളിൽ തുർക്കി മാത്രമാണ് വടക്കൻ സൈപ്രസിനെ അംഗീകരിച്ചിട്ടുള്ളത്. ഇസ്ലാമിക രാജ്യങ്ങൾ പോലും വടക്കൻ സൈപ്രസിനെ അംഗീകരിക്കുവാൻ തയ്യാറായിട്ടില്ല. കാരണം തുർക്കിയുടെ ഖിലാഫത്ത് മോഹങ്ങൾ സൗദി അറേബ്യക്കും മലേഷ്യക്കും ഇന്തോനേഷ്യക്കും യുണൈറ്റഡ് അറബ് എമിറേറ്റ്സിനും തീരെ ഇഷ്ടമുള്ള ഒരു കാര്യമല്ല. ലോകത്തുള്ള മുഴുവൻ മുസ്ലിങ്ങളും യോജിക്കുന്നുണ്ടെങ്കിൽ അത് സൗദി അറേബ്യയുടെ കീഴിലായിരിക്കണമെന്ന് സൽമാൻ രാജാവ് വിശ്വസിക്കുന്നു. ലോക മുസ്ലിങ്ങളുടെ നേതൃസ്ഥാനത്തിനുള്ള അർഹത ഇന്തോനേഷ്യക്ക് മാത്രമേ ഉള്ളൂവെന്ന് ഇന്തോനേഷ്യ വിശ്വസിക്കുന്നു. അതുകൊണ്ട് വടക്കൻ സൈപ്രസ് ഉണ്ടാക്കുവാൻ റജബ് തയ്യിബ് എർദോവാന് സാധിച്ചുവെങ്കിലും ഇസ്ലാമിക ലോകത്തെ അംഗീകാരം ഈ പുതിയ രാജ്യത്തിന് നേടിയെടുക്കുവാൻ അദ്ദേഹത്തിന് സാധിച്ചില്ല. അന്താരാഷ്ട്ര വിമാനയാത്രാ സംഘടനയായ അയാട്ട നോർത്തേൺ സൈപ്രസിനെ അംഗീകരിക്കാത്തതുകൊണ്ട് വിമാനയാത്ര ചെയ്യുമ്പോൾ ആദ്യം തുർക്കിയിൽ പോവുകയും വിമാനം മാറിക്കയറുകയും ചെയ്യേണ്ടി വരുന്നു. എങ്കിലും ചാർട്ടേഡ് വിമാനങ്ങൾ ഇംഗ്ലണ്ടിൽ നിന്ന് നേരിട്ട് നോർത്തേൺ സൈപ്രസിൽ എത്തിച്ചേരുന്നുണ്ട്. സൈപ്രസിലെ കറൻസി യൂറോ ആണെങ്കിലും നോർത്തേൺ സൈപ്രസിലെ കറൻസി ടർക്കിഷ് ലിറയാണ്. ധാരാളമായി സാമ്പത്തിക സഹായം തുർക്കിയിൽ നിന്ന് വരുന്നത് കൊണ്ടാണ് നോർത്തേൺ സൈപ്രസ് എന്ന രാജ്യം ഇപ്പോൾ നിലനിൽക്കുന്നത്. സ്വന്തമായി പ്രകൃതി വിഭവങ്ങൾ ഇല്ലാത്ത ഈ രാജ്യം ഇപ്പോൾ ഇന്ത്യയുടെ 8 ഇരട്ടി ആളോഹരി വരുമാനം ഉണ്ടാക്കിയെടുത്തിട്ടുണ്ട്. അതിന് കാരണം ടൂറിസം മേഖലയിലുണ്ടായ അസാധാരണമായ വളർച്ചയാണ്. മദ്യപാനത്തിനും ചൂതാട്ടത്തിനും വമ്പിച്ച പ്രോത്സാഹനം നൽകുന്ന ഒരു രാജ്യമാണ് നോർത്തേൺ സൈപ്രസ്. തുർക്കിയിൽ ചൂതാട്ടം നിരോധിച്ചതുകൊണ്ട് എല്ലാ ദിവസവും വൈകുന്നേരം തോണിയിൽ കയറി ധാരാളം തുർക്കിക്കാർ നോർത്തേൺ സൈപ്രസിൽ വരുന്നു. അതുപോലെ സൈപ്രസിൽ ചൂതാട്ടം നിരോധിച്ചതുകൊണ്ട് സൈപ്രസിലെ ക്രിസ്ത്യാനികൾ ധാരാളമായി അതിർത്തി മുറിച്ചു കടന്ന് വടക്കൻ സൈപ്രസിലേക്ക് വരുന്നു. ഉയർന്ന സെക്യൂരിറ്റിയുള്ള ഒരു അതിർത്തി വടക്കൻ സൈപ്രസിനും തെക്കൻ സൈപ്രസിനും ഇടയ്ക്ക് ഉണ്ടെങ്കിലും കാൽനട യാത്രക്കാരെയോ വാഹനങ്ങളെയോ അവർ തടയുന്നില്ല. മിലിറ്ററി വാഹനങ്ങൾ മാത്രമേ ഐക്യരാഷ്ട്രസഭയുടെ സമാധാന സേന തടഞ്ഞു നിർത്തുന്നുള്ളൂ. അതുകൊണ്ട് തെക്കൻ സൈപ്രസിലെ ക്രിസ്ത്യാനികൾക്ക് ശനിയാഴ്ചയും ഞായറാഴ്ചയും വൈകിട്ട് വടക്കൻ സൈപ്രസിലേക്ക് പോകുവാനും കള്ളു കുടിച്ച് കൂത്താടി ചൂതാട്ടത്തിലൂടെ മുഴുവൻ കാശും തീർക്കുവാനും ധാരാളം ഗേൾഫ്രണ്ട്സുമായി ബന്ധപ്പെടുവാനും സാധിക്കുന്നു. അതിനു പുറമെ ധാരാളം വിദേശ ടൂറിസ്റ്റുകളും ചാർട്ടേഡ് വിമാനങ്ങളിൽ വടക്കൻ സൈപ്രസിൽ ചൂതാട്ടത്തിലും നൈറ്റ് ക്ലബ്ബുകളിലും ആകൃഷ്ടരായി എത്തിച്ചേരുന്നുണ്ട്. വടക്കൻ സൈപ്രസ് ഭരിക്കുന്ന മാഫിയ സംഘടനകൾ ഇത്തരത്തിലുള്ള അഴിഞ്ഞാട്ടം വ്യാപകമായി പ്രോത്സാഹിപ്പിക്കുന്നുമുണ്ട്. അതുകൊണ്ടാണ് കൂടുതലായി വിദേശികൾ എത്തിച്ചേരുന്നത്. കൂടുതലും 3 രാജ്യങ്ങളിൽ നിന്നാണ് വടക്കൻ സൈപ്രസ് കാണുവാൻ ടൂറിസ്റ്റുകൾ വരുന്നത്. ഇംഗ്ലണ്ടും ജർമ്മനിയും അസർബൈജാനുമാണ് ഈ 3 രാജ്യങ്ങൾ. ഒരു വർഷം 11 ലക്ഷം ടൂറിസ്റ്റുകൾ ഈ കൊച്ചു രാജ്യത്തിൽ എത്തിച്ചേരുന്നു. 14,000 ആളുകൾക്ക് നൈറ്റ് ക്ലബിലും കാസിനോകളിലും ജോലി കിട്ടുകയും ചെയ്യുന്നുണ്ട്. 145 നക്ഷത്ര ഹോട്ടലുകൾ പുതുതായി ഇവിടെ ഉണ്ടാക്കിയിട്ടുണ്ട്. ലോകം മുഴുവൻ അറിയപ്പെടുന്ന ഒരു ബീച്ച് ഹോളിഡേ ഡെസ്റ്റിനേഷനാണ് ഇപ്പോൾ വടക്കൻ സൈപ്രസ്. അതുപോലെ ബേർഡ് വാച്ചിങ്, ട്രക്കിംഗ്, ഹൈക്കിംഗ് തുടങ്ങിയ മേഖലകളിലും പരീക്ഷണങ്ങൾ നടക്കുന്നുണ്ട്. വടക്കൻ സൈപ്രസിലെ എർക്കാൻ ഇന്റർനാഷണൽ എയർപോർട്ട് അയാട്ട അംഗീകരിച്ചിട്ടില്ലെങ്കിലും ചാർട്ടേഡ് വിമാനങ്ങളും തുർക്കിയുടെ വിമാനങ്ങളും ഇവിടെ നിരന്തരമായി വരികയും പോവുകയും ചെയ്യുന്നു. ഒരു വർഷം 20 ലക്ഷം യാത്രക്കാരെ എർക്കാൻ ഇന്റർനാഷണൽ എയർപോർട്ട് കൈകാര്യം ചെയ്യുന്നു. 3 ലക്ഷം ജനങ്ങളാണ് വടക്കൻ സൈപ്രസിൽ താമസിക്കുന്നത്. തുർക്കിഷ് ഭാഷയാണ് എല്ലാവരും സംസാരിക്കുന്നത്. കൂടുതലും സുന്നി മുസ്ലിങ്ങളാണ്. നിസ്കരിക്കുകയോ നോമ്പ് നോക്കുകയോ ചെയ്യുന്ന സ്വഭാവം അവർക്കില്ല. കാരണം ചെറുപ്പം മുതലേ അവർക്ക് അങ്ങനെയുള്ള കാര്യങ്ങളൊന്നും പരിചയമില്ല. എങ്കിലും കള്ളുകുടിക്കുവാനും നൈറ്റ് ക്ലബിൽ പോയി ഡാൻസ് ചെയ്യുവാനും അവർക്ക് നല്ല പരിചയമാണ്. അതുകൊണ്ട് വടക്കൻ സൈപ്രസിലെ മുസ്ലിങ്ങളെ യൂറോപ്യൻസിന് നല്ലപോലെ ഇഷ്ടപ്പെട്ടിട്ടുണ്ട്. തുർക്കിയുടെ സാമ്പത്തിക സഹായത്തോടെ ഏതാനും പള്ളികൾ ഇവിടെ ഉണ്ടാക്കിയിട്ടുണ്ട്. പക്ഷേ പള്ളിയിൽ പോകാൻ വടക്കൻ സൈപ്രസിലെ മുസ്ലിങ്ങൾ തയ്യാറല്ല. എങ്കിലും മുസ്ലിം രാജ്യങ്ങളുമായി ഫ്രണ്ട്ഷിപ്പ് ആക്കുവാനും ലോക മുസ്ലിങ്ങളുടെ നേതൃസ്ഥാനത്തേക്ക് ഉയർന്നു വരുവാനും വടക്കൻ സൈപ്രസ് ശ്രമിച്ചുകൊണ്ടേയിരിക്കുന്നു.
യാഥാസ്ഥികരായ മുസ്ലിങ്ങൾക്ക് വടക്കൻ സൈപ്രസിലെ മുസ്ലിങ്ങളെ ഇഷ്ടപ്പെടുന്നില്ലെങ്കിലും യൂറോപ്യൻ രാജ്യങ്ങളിൽ ഇവിടെയുള്ള സംഗീതവും നൃത്തവും കലാരൂപങ്ങളും പ്രശസ്തി നേടിയിട്ടുണ്ട്. നോർത്തേൺ സൈപ്രസ് സ്റ്റേറ്റ് സിംഫണി ഓർക്കസ്ട്ര 48 വർഷം പഴക്കമുള്ളതാണ്. നിക്കോഷ്യ മുനിസിപ്പൽ ഓർക്കസ്ട്ര നിക്കോഷ്യ നഗരത്തിന്റെ വടക്ക് ഭാഗത്ത് സജീവമായി പ്രവർത്തിക്കുന്നു. വർഷത്തിലൊരിക്കൽ ജാസ് ഫെസ്റ്റിവൽ നടത്താറുണ്ട്. അതുപോലെ റിയ ട്രാനർ ടർക്കിഷ് സൈപ്രിയോട്ട് പിയാനിസ്റ്റാണ്. അന്തർദേശീയ പ്രശസ്തി നേടിയിട്ടുണ്ട്. സൈനട്ട് സാലി ലോകം മുഴുവൻ അറിയപ്പെടുന്ന ഒരു ടർക്കിഷ് സൈപ്രിയോട്ട് ഗായികയാണ്. ഐസിൻ കരാക്ക തുർക്കിയിൽ വളരെയധികം ആരാധകരുള്ള ഒരു ടർക്കിഷ് സൈപ്രിയോട്ട് ഗായികയാണ്. കായിപ്പ് ഓട്ടോബസ് വടക്കൻ സൈപ്രസുകാർ ഉണ്ടാക്കിയ ഒരു സിനിമയാണ്. ദ മിസ്സിംഗ് ബസ് എന്ന് ഇംഗ്ലീഷിൽ അർത്ഥമുള്ള കായിപ്പ് ഓട്ടോബസ് ബോസ്റ്റൺ ഫിലിം ഫെസ്റ്റിവലിൽ പ്രദർശിപ്പിക്കുകയുണ്ടായി. വർഷങ്ങൾക്ക് മുമ്പ് സൈപ്രിയോട്ട് വിട്ടുപോയ 11 തൊഴിലാളികൾ എവിടെ പോയി എന്ന് അന്വേഷിക്കുന്നതാണ് ഈ സിനിമയുടെ പ്രമേയം. 42 വർഷത്തെ അന്വേഷണത്തിന് ശേഷം അവരെ സൈപ്രസിലെ ഒരു കിണറിനുള്ളിലാണ് കണ്ടെത്തിയത്. വടക്കൻ സൈപ്രസിലെ ജനങ്ങൾക്ക് വമ്പിച്ച ഫുട്ബോൾ കമ്പമാണ്. 5 ഫുട്ബോൾ സ്റ്റേഡിയങ്ങൾ വടക്കൻ സൈപ്രസിലുണ്ട്. ഓരോ സ്റ്റേഡിയത്തിലും 7000 മുതൽ 30,000 വരെ ആളുകൾക്ക് ഫുട്ബോൾ കളി വീക്ഷിക്കുവാനുള്ള സൗകര്യവും ഏർപ്പാടാക്കിയിട്ടുണ്ട്. സിയാനത്ത് സാലി സാഫ്റ്റർ ബ്രിട്ടീഷുകാരിയായ ഒരു ടർക്കിഷ് സൈപ്രിയോട്ട് ഗായികയാണ്. ടർക്കിഷ് ചുവയുള്ള പോപ്പ് മ്യൂസിക്കിലാണ് ഈ പെൺകുട്ടിക്ക് താല്പര്യം. ഹസാർ എർഗൂസ്ലു ഒരു ടർക്കിഷ് സൈപ്രിയോട്ട് സിനിമാ നടിയാണ്. സെലീൻ ഓസ്റ്റൂക്ക് അറിയപ്പെടുന്ന മറ്റൊരു ടർക്കിഷ് സിനിമാ നടിയാണ്. തുർക്കിയിലാണ് ഈ പെൺകുട്ടി താമസിക്കുന്നത്. അന്ന സിൽക്ക് ടർക്കിഷ് സൈപ്രിയോട്ടുകാരിയായ ഒരു കനേഡിയൻ സിനിമാ നടിയാണ്. ധാരാളം ടെലിവിഷൻ പരിപാടികളിലും കുമാരി അന്ന സിൽക്ക് പങ്കെടുക്കാറുണ്ട്.